എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുള്ളത് വയനാട് ജില്ലയിലെ നമ്പിയൻകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മളുടെ ജോയിച്ചേട്ടന്റെ വീട്ടിലാണ്. ജോയിച്ചേട്ടന്റെ ശരിക്കുള്ള പേര് വർഗീസ് എന്നാണ്. എന്നിരുന്നാലും നമ്മളോട് ജോയിച്ചേട്ടന്റെ കൃഷിവിശേഷങ്ങൾ തന്നെ ചോദിക്കാം. ജോയിച്ചേട്ടൻ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ നിസ്സാരക്കാരനൊന്നുമല്ല, കേന്ദ്ര അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ വിശേഷങ്ങളും ബാക്കി എന്താണെന്നൊക്കെ ഫുള്ളായിട്ട് നമ്മളോട് ജോയിച്ചേട്ടൻ തന്നെ പറഞ്ഞുതരും. എന്തായിരുന്നു ജോയിച്ചേട്ടാ, ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ 24 വർഷം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബസിനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതോടൊപ്പം എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ കുറേയൊക്കെ ഉണ്ടാക്കുകയും അതുപോലെ വിപണിയിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് തെങ്ങ് കയറുന്ന മെഷീൻ, കവുങ്ങ് കയറുന്ന മെഷീൻ, തോട്ടം കളയ്ക്കുന്ന മെഷീൻ, അങ്ങനെ വിതയ്ക്കുന്ന മെഷീൻ, അങ്ങനെ എല്ലാം നമുക്ക് കിട്ടാവുന്ന എല്ലാ മെഷീനും അവരുടെ സപ്പോർട്ടോടുകൂടി ഞാൻ 7.5 ഏക്കർ സ്ഥലം സമയത്ത് കൃഷി ചെയ്ത് വന്നിരിക്കുകയായിരുന്നു. അപ്പൊ കൃഷിയും അതുപോലെ എനിക്ക് 8 പശുക്കൾ ഉണ്ടായിരുന്നു. ഈ 8 പശുക്കളെ കറന്ന് രാവിലെ അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോവുക. അവിടെ ഞാൻ കൃത്യസമയത്ത് എത്തും. അങ്ങനെയാണ് എനിക്ക് കേന്ദ്ര അവാർഡൊക്കെ കിട്ടാൻ സാധ്യത. ഇപ്പൊ ഇന്നത്തെ നമ്മളെ കൃഷി വിശേഷത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? നമുക്ക് കൃഷി നല്ലതാണ്, കൃഷി നമ്മൾ ചെയ്യണം. കൃഷി നമ്മളൊരു എന്താ പറയാ, നമ്മളോട് കൃഷി നമ്മൾ ചേർത്ത് പിടിക്കണം. കൃഷി നമുക്ക് ആവശ്യമല്ലേ. നമുക്ക് ഭക്ഷണത്തിനാണെങ്കിൽ നെല്ല്, നമുക്ക് ഭക്ഷണത്തിന് അരി വേണം. അപ്പൊ ഞാൻ 5 ഏക്കർ വരെ കൃഷി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഈ കഴിഞ്ഞ 2024 സെപ്റ്റംബറിലാണ് ഞാൻ റിട്ടയർഡ് ആയത്. അപ്പോഴും ഞാൻ 5 ഏക്കർ വരെ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും എനിക്ക് കൃഷിയുണ്ട്. ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ കൃഷിപ്പണിയിലേക്ക് ഇറങ്ങി. അതായത് റിട്ടയർഡ് ആയപ്പോൾ ഇത്രയും കൂടി നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു ട്രാക്ടറൊക്കെ മേടിച്ചു, ചെറിയൊരു ഫാം തുടങ്ങി, 10 പോത്തുകളുണ്ട് ഇപ്പോഴ്. അപ്പൊ അങ്ങനെ കൃഷി തന്നെയാണ്, ഞാൻ വേറെ ഒന്നും വിട്ടു പോയില്ല. അപ്പൊ നമ്മളിൽ പലവരും ആലോചിക്കേണ്ട കാര്യം, പലവരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർഡ് ആയി സ്വസ്ഥമായി ഇരിക്കുക എന്ന് ആലോചിക്കും. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചാൽ അങ്ങനെയല്ല. റിട്ടയർഡ് ആയപ്പോ ഇനി എന്തെല്ലാം ചെയ്യാം എന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ കോഫിയിൽ എന്തൊക്കെയോ പ്രത്യേകതകളുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും അത് തന്നെ നമുക്ക് ചോദിച്ചറിയാം. കോഫി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു പറക്കിൽ കഴിഞ്ഞു. ഇതെല്ലാം നിറച്ച് കുരു ഉണ്ടായിരുന്നു. ഇതൊരു പറക്കിൽ കഴിഞ്ഞു. ഇത് CRS 23 എന്ന് പറഞ്ഞ സാധനമാണ്. ഇതൊരു കൃഷി ഓഫീസർ വികസിപ്പിച്ചെടുത്ത സാധനമാണ്. അതായത് സാധാരണ റോബസ്റ്റയില് ഇതില് 18-20 മണിയൊക്കെയാണ് ഉണ്ടാകുക. ഇതില് ശരിക്കും 60-70 ആ ഒരു റേഞ്ചിലാണ് ഇതിലുണ്ടാകുക. പിന്നെ ഇതിന്റെ ചില മുട്ടുകളൊക്കെ കാണാം അടുത്തടുത്ത്. ഇത് റോബസ്റ്റയെ കുറച്ച് വിട്ടുവിട്ടാണ് ഇതിന് ചില ഭാഗങ്ങൾ ആ കാപ്പിയിൽ കാണാം. അതിൽ കുറച്ച് ചേർന്നുണ്ടാവും. ഇതിങ്ങനെ പിരിഞ്ഞൊക്കെ വരും. അങ്ങനെയാണ് ഇതിപ്പോ പറിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല കാപ്പി കുറച്ചുകൂടെ കാണാമായിരുന്നു. മാറി ചിന്തിച്ചാൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും. അതുപോലെ മൃഗത്തിനെ ഓടിക്കാനുള്ള സാധനം ഉണ്ടാക്കി, അതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ഏതാണ് ഇനം? നമുക്കിപ്പോ പുതുതായിട്ട് CRS 23 എന്ന് പറഞ്ഞ സാധനമാണ്. CRS 23. അപ്പൊ ഇതിപ്പോ ഏകദേശം എത്ര പ്രായം ഉണ്ടാവും ഇതിന്? ഇതിനിപ്പോ ഒരു 8 വർഷം. 8 വർഷമേ പ്രായമുള്ളൂ. നമുക്ക് 70 വർഷം വരെ ഇതിന് ആയുസുണ്ട്. 70 വർഷം വരെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ജോയിച്ചേട്ടൻ നട്ടിട്ടുള്ളത് ഇനി എത്ര തലമുറകളിലേക്കാണ് പോയിട്ടുള്ളത്. അതിന്റെ ആയുസ് എന്ന് പറയുന്നത് 70 വർഷമാണ്. അപ്പൊ ഏകദേശം ഒരു 7 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയും കിടക്കാണ് ഇതിന്റെ ഒരു ആയുസ്. എന്തായാലും നമുക്ക് ഉൽപാദനം കൂടുതലേ ഉള്ളൂ. വർഷം ചെല്ലും തോറും കുറയില്ല, കൂടെ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ പുതുതായിട്ട് നടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലെയുള്ള ഈ ഒരു എണ്ണം നമുക്ക് എന്തുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എണ്ണം തന്നെയാണ്. ഇതിപ്പോ നമുക്ക് നട്ട് കഴിഞ്ഞാൽ എന്ന് തുടങ്ങി വിളവ് കിട്ടും? 3 വർഷം മുതൽ വിളവെടുക്കാൻ കിട്ടും. നമ്മളിതിൽ എന്തൊക്കെയാണ് നിങ്ങൾ നടുന്നത് മുതലുള്ള കാര്യങ്ങൾ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞാൽ? ഒരു 1.5 അടി കുഴിയാണ് നമുക്ക് എടുക്കേണ്ടത്. അതില് നമ്മള് ജൈവവളവും അതുപോലെ ആ സെറാമിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നട്ടത്. അതിനുശേഷം ഞാൻ പിന്നെ കാരിവളം കൊടുക്കുന്നുണ്ട്, പിന്നെ നനയ്ക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നനയ്ക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ വളം എങ്ങനെയാണ്? നമ്മളിപ്പോ 6 മാസം കൂടുമ്പോഴാണോ എങ്ങനെയാണ് വളം കൊടുക്കുക? 6 മാസം കൂടുമ്പോ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വളം കൊടുക്കും. 2 പ്രാവശ്യം. ജൈവവളം തന്നെയാണോ? ജൈവവളം അല്ല, കുറച്ച് നൈട്രോജൻ ഒക്കെ കൂട്ടി കൊടുക്കും. യൂറിയയും പിന്നെ കുറച്ച് പൊട്ടാഷ്, അതുപോലെ രാജ്ഫോസ് ഉപയോഗിക്കാറുണ്ട്. രാജ്ഫോസോ അല്ലെങ്കിൽ മസൂരി, അങ്ങനെ മസൂരി കിട്ടാനില്ല, അപ്പൊ രാജ്ഫോസ് ആണ് ഉപയോഗിക്കുക. അതായത് ഈ പറഞ്ഞ 3ഉം ഒരു വർഷത്തിൽ 2 തവണ കൊടുക്കും. അല്ലെങ്കിൽ പറ്റംബോസും പൊട്ടാഷും കൂട്ടി, അങ്ങനെ പൊട്ടാഷും കൂട്ടി തന്നെയാണ് കൊടുക്കുക. NPK എല്ലാം വരുന്ന രീതിയിലുള്ള വളങ്ങൾ കൊടുക്കും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ സ്ഥലമൊക്കെ ഉള്ളവർക്ക് എന്തുകൊണ്ടും കൃഷി ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളതാണ്. കാരണം വർഷത്തിൽ 2 തവണ മാത്രം നമുക്ക് വളം കൊടുത്താൽ മതി. കാര്യമായിട്ട് വേറെ മരുന്നോ കീടങ്ങളോ ഒന്നും വലിയൊരു ആക്രമണം ആദ്യത്തെ 4 വർഷം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് 4ാം വർഷം ഇത് കാഴ്ച തുടങ്ങുമ്പോൾ ഇതിന് നമ്മൾ പ്രൂൺ ചെയ്യാറുണ്ടോ? എങ്ങനെയാണത്? കവാത്തി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇത് കഴിയുമ്പോ ആവശ്യമില്ലാത്തതാ, ഇതെല്ലാം ഇങ്ങനെ കളയണം. ഇതെല്ലാം ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങള് പ്രൂൺ ചെയ്ത് നിർത്തുക. നമ്മളുടെ ഏകദേശം ഒരു ഇതിന്റെ ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇതെല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളാണ്. ഇതിന്റെ ചുറ്റും പടർന്നിങ്ങനെ പടർന്നു നിൽക്കുക. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ ഒരു 4ാം വർഷം നമുക്ക് ആയി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കീടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫംഗിസൈഡോ അങ്ങനെ എന്തെങ്കിലും അടിക്കേണ്ടി വന്നിട്ടില്ല ഇതിന്? ഇല്ല അല്ലെ? അപ്പൊ എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു രോഗപ്രതിരോധ ശേഷിയുള്ള ഇനായിരിക്കും. പ്രത്യേകിച്ച് ഒന്നും കീടങ്ങളോ രോഗങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ നമുക്ക് എന്നാണ് ഇത് ഫ്ലവറിങ് എന്നാണ് വരിക, അതിനൊക്കെ ഒരു കാര്യങ്ങൾ? ഇതിപ്പോ പുതുമഴ പെയ്യാന്ന് പറഞ്ഞാല് ഇപ്പോ മെയ് ജൂൺ ആ സമയത്ത് പുതുമഴ പെയ്യും. ആ സമയത്ത് ഇതിന്റെ പൂക്കൾ വരും. പൂക്കള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സമയം ഡിസംബർ ആകുമ്പോഴാണ് ഇത് പറിക്കാൻ പറ്റും, വിളവെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആദ്യത്തെ വിളവെടുത്തു എന്ന് പറഞ്ഞത്, വിളവെടുത്ത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്? അതായത് ആദ്യം നമ്മള് പിന്നെ ഇപ്പൊ ഇത് 2 ടൈപ്പായിട്ട് അത് പഴുത്ത് വരിക. ഇതിപ്പോ പച്ചക്കായാണ്, ഇതെല്ലാം ചെമ്പ്രം കൊണ്ട കായാണ്. അപ്പൊ ഇങ്ങനത്തെ കായും ഈ പഴുത്ത കായും ആണ്. ഇതിലെല്ലാം പഴുത്ത കായ ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ചെടുത്തു. അതെല്ലാം പറിച്ചെടുത്ത് നമ്മൾ ഉണങ്ങാനിട്ടു. ഉണങ്ങിയിട്ട് നമ്മൾ ഉണങ്ങി അത് നമ്മൾ പിന്നെ പൊടിയാക്കി അങ്ങനെയുള്ള ഇതിലേക്ക് മാറ്റിയെടുക്കുക ചെയ്യാം. പഴുത്തതും ഈ ഒരു കളർ ചേഞ്ച് വന്നതും കൂടി നമ്മൾ പറിച്ചെടുക്കും. നമുക്കിതപ്പോ 2 തവണയായിട്ടാണോ എങ്ങനെയാണ് ഹാർവെസ്റ്റിംഗ്? 2 തവണയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ഹാർവെസ്റ്റിംഗ് തീർക്കാൻ പറ്റും. പച്ചക്കാപ്പിയാണ് കൊടുത്തത്. പച്ചയാണ്. പച്ചക്കാപ്പിക്ക് 91 രൂപ വിലയുണ്ട്. കാരണം എനിക്ക് പിന്നെ ഇപ്പൊ കൊയ്ത്ത് ആയി 5 ഏക്കർ, ഞാൻ പറഞ്ഞല്ലോ 5 ഏക്കർ സ്ഥലം കൊയ്യാനുണ്ട്. അപ്പൊ അതിനുള്ള ഷെഡ് ഇപ്പൊ നെല്ലെല്ലാം ഇവിടെ ചെയ്യണം. അപ്പൊ വണ്ടി കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കളമാണ് ആ കാണുന്നത്. ഇത് ആ റോഡ് മാത്രമല്ല, അതിന്റെ കളർ കൂടിയാണ്. അപ്പൊ അതിലിട്ട് ഞാൻ ഉണക്കാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കളമാണത്. അത് കളമാണ്, റോഡുമാണ്. അപ്പൊ ഇത് പറഞ്ഞ പോലെ 2 തവണ കൊണ്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു. അപ്പൊ പച്ചക്കാപ്പിക്ക് തന്നെ നമുക്ക് 90 രൂപ കിലോ ഈ വർഷം വില നല്ല വിലയാണ് ഈ വർഷം. അപ്പൊ ഇനി ബാക്കിയുള്ളത് എല്ലാം കൂടി ഒന്നിച്ചൊരൊറ്റ ഹാർവെസ്റ്റിംഗ്. അപ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ ഈ പച്ചയും അതെല്ലാം പഴുക്കും. ഈ പച്ച പഴുക്കും, ചെമ്പ്രം കൊണ്ടിട്ടുള്ളൂ, ഇതെല്ലാം ഒരേപോലെ ആയി വരും. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഈ ഉണക്ക കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഉണക്കി 250 രൂപ 300 രൂപ അടുത്ത് വിലയുണ്ട്. അപ്പൊ ഉണക്കി കൊടുക്കുമല്ലേ ഇത്രയും കൂടി നമുക്ക് ലാഭം കൂടുതൽ കിട്ടാം. പിന്നെന്താ വെച്ചാൽ അതിന്റെ നമ്മള് പിന്നെ അരിച്ചെലവ് കാര്യങ്ങളൊക്കെ വരും. അത് ഉണക്കാനുള്ള പണിക്കൂലി അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം ഇങ്ങനെ കൊടുത്തത്. എനിക്കിത് ഇപ്പൊ സ്ഥലം ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഓക്കെ. നമ്മളിത് എങ്ങനെയാണ് ഉണക്കാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? ഉണക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാപ്പി പറിച്ചു കഴിഞ്ഞാല് ഒന്ന് ചെറുതായിട്ടൊന്ന് പനിക്കുന്ന നല്ലതാണ്. കൂട്ടിയിട്ടിട്ട് അത് നല്ല കളത്തിലിട്ട് നിരത്തി അത് ഉണക്കിയെടുക്കുക ചെയ്യാം. 7 ദിവസം 8 ദിവസം ഉണങ്ങുമ്പോഴത്തേക്കും ഇതിന്റെ മണി ഞാൻ കുലുങ്ങുന്ന രീതിയിലായി കിട്ടും. ഇതെല്ലാം കറുത്ത് 2 മണിയാണ് ഇതിന്റെ ഉള്ളിൽ. 2 മണിയാണുള്ളത്. 2 മണിയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അത് ശരിക്കും ഇത് ചുരുങ്ങിയിട്ട് ഇത് 1 മണി, പിന്നെ 2 മണിയാണുള്ളത്. ഇത് കാപ്പിപ്പരിപ്പ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളയണോ? ഇത് കുത്തിയെടുക്കുക ചെയ്യാം. പരിപ്പാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ. അല്ല, നമ്മള് പരിപ്പാക്കണ്ട, ഉണ്ടക്കാപ്പി കൊടുത്താൽ മതി. ഉണ്ടക്കാപ്പി കൊടുക്കാം. ഉണ്ടക്കാപ്പിക്കാണ് ഈ വില പറഞ്ഞ 250 300 രൂപ പറഞ്ഞത് ഉണ്ടക്കാപ്പിക്കാണ്. അതായത് നമ്മൾ 1 കിലോ നമ്മൾ പച്ചക്കാപ്പി ഉണങ്ങിക്കഴിഞ്ഞാൽ, പഴുത്ത കാപ്പി ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 450 ഗ്രാം നമുക്ക് ഉണക്കാപ്പി കിട്ടും. 400-450 ഗ്രാമിന്റെ ഇടയ്ക്ക് ഉണക്കാപ്പി കിട്ടും. അപ്പൊ ശരിക്കും സ്ഥലവും ഈ പറഞ്ഞ പോലെ വീട്ടിലും ആളുകളും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഉണക്കക്കാപ്പി കൊടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ലാഭം. അപ്പൊ എന്തായാലും ഇത് ഒരു നല്ല വരുമാന മാർഗം തന്നെയാണ്. അപ്പൊ എന്തായാലും റിട്ടയർഡ് ആയാലും ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല കാലത്ത് എന്താ പറയാ തൈപത്ത് നട്ടാൽ കാവത്ത് തിന്നാം എന്ന് പറയുന്നത് ശരിക്കും അർത്ഥവർത്താക്കിയ വാക്കുകൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഈ ഒരു സമയത്ത് തന്നെ വിളവെടുക്കാം. അതായത് ഓരോ വർഷങ്ങളും കർഷകർക്ക് കൂടുതൽ വില കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കുന്നത്. നമ്മൾ പച്ച കൊടുത്താലും കുറച്ച് ഇവിടെ വീട്ടിലിട്ടിട്ടുണ്ടോ കാണാനായിട്ട്? എന്തൊക്കെയാണ് നമ്മുടെ മറ്റ് വിശേഷങ്ങൾ? എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല്, എനിക്കൊരു മെഴുതിരി നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. അത് ഞാൻ 2000 ഞാൻ ജോലിക്ക് കയറി. അപ്പൊ എനിക്കന്ന് ശമ്പളം ഇല്ലായിരുന്നു. എന്റെ അപ്പുറം ആവാത്തതുകൊണ്ട് ആ സമയത്ത് ഞാൻ കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്. അതും വളരെ ഇപ്പോഴും ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട്. 24 വർഷമായിട്ടും അത് ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട്. നിർമ്മാണ യൂണിറ്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങളെ പോലെ തന്നെ എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു വീഡിയോ തന്നെയായിരുന്നു. അതായത് കോഫിയിലെ CRS 23 എന്നാണ് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അതിനേക്കാളൊക്കെ ഉപരി ജോയിച്ചേട്ടൻ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ എൻ്റെ മനസ്സിൽ തങ്ങിയത്. അതായത് ഈ ജോലി ഉള്ളപ്പോഴും കൃഷി ചെയ്തിരുന്നു, അതിനുശേഷം റിട്ടയർഡ് ആയതോടുകൂടി തന്നെ ഒരു ട്രാക്ടർ കൂടി വാങ്ങിച്ച് കൃഷി, ഫാം എന്നിവ വിപുലപ്പെടുത്താൻ സാധിച്ചു എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും പ്രചോദനം ലഭിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് കൃഷി എന്നും നമുക്ക് വരുമാനം നൽകുന്ന ഒന്നാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കൃഷി അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിച്ച് ചെയ്യാൻ തയ്യാറായാൽ എന്തായാലും 100% വിജയം ഉറപ്പാണ്. അപ്പോൾ ഒന്ന് ഓർക്കുക, കൃഷി ചെയ്യാനും അതിൽ വിജയിക്കാനും ഒരു പ്രായം ഒരു തടസ്സമേ അല്ല. അപ്പോൾ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ച ജോയിച്ചേട്ടനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.